coming to the next portion of our first module, that is the ARM core features. Okay, so നമ്മൾ മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെ ഇവിടെ ഒന്നുകൂടെ പറയണം. ഓക്കെ, സോ ഒരു രജിസ്റ്റർ എന്താണ്? രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ ഹൈ സ്പീഡ് സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്. ഓക്കെ, സോ ഇത് ചെറിയ സ്മോൾ ആയിട്ടുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് സി പി യുവിൻ്റെ ഉള്ളിൽ. ഓക്കെ, വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സി പി യു. ഓക്കെ, അപ്പോൾ ഡാറ്റ, അഡ്രസ്സസ്, ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ ഇൻ്റർമീഡിയറ്റ് കാൽക്കുലേഷൻ റിസൾട്ട്, ഓക്കെ, ഇങ്ങനത്തെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ, ഡാറ്റാസ്, ഇതൊക്കെയാണ് ഈ രജിസ്റ്ററിനുള്ളിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ രജിസ്റ്ററിൽ ഈ സി പി യുവിന് പെട്ടെന്ന്, അതായത് പ്രൊസസ്സറിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറീനേക്കാൾ ഫാസ്റ്റാണ്. കാരണം മെയിൻ മെമ്മറി എന്ന് വെച്ചാൽ മെയിൻ മെമ്മറിയിൽ നമ്മൾ ഡാറ്റ പോയി എടുക്കുന്നതിന് പകരം നമ്മൾ ആദ്യം രജിസ്റ്ററിൽ ചെക്ക് ചെയ്യും. അപ്പോൾ രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം കൺസ്യൂമിങ് കുറയ്ക്കാം. ഓക്കെ, സോ നമുക്ക് ആക്സസ് ചെയ്യേണ്ട ഡാറ്റ രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ കുറച്ച് ടൈം മതി. അപ്പം ഈ രജിസ്റ്ററിലുള്ള ഡാറ്റ വെച്ചിട്ട് പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആവും. ഓക്കെ, so why registers are important? First എന്താ, registers are faster storage elements in processor. Okay, so CPU can നേരത്തെ പറഞ്ഞാൽ തന്നെ CPU can access register data much faster than RAM. Okay, അപ്പോൾ മെയിൻ മെമ്മറിന്ന് എടുക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് CPU-ന് രജിസ്റ്ററിന് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ യൂസ്ഡ് ഡ്യൂറിങ് കാൽക്കുലേഷൻസ്, അപ്പോൾ വേരിയസ് കാൽക്കുലേഷൻസ്, അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ്, അതായത് എഡിഷൻ, സബ്സ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ലോജിക്കൽ കാൽക്കുലേഷൻസ്, ആൻഡ്, ഓർ, എക്സോർ, ഓക്കെ, ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ വാല്യൂസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 3+5 ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 3ഉം 5ഉം ഫസ്റ്റ് നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അപ്പം ഇത് രജിസ്റ്റർ വാല്യൂസ് ആയി. എന്നിട്ട് ALU ഈ രജിസ്റ്റർ വാല്യൂസ്, അതായത് രജിസ്റ്ററിൻ്റെ ഉള്ളിലുള്ള 3, 5 എന്ന് പറഞ്ഞ വാല്യൂസിനെ റീഡ് ചെയ്തിട്ടാണ് എഡിഷൻ പെർഫോം ചെയ്യുക. 3+5 എന്നുള്ളൊരു എഡിഷനാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതാണ് കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്നത്. സോ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ആർ പെർഫോം യൂസിങ് രജിസ്റ്റർ വാല്യൂസ്. രജിസ്റ്റർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ്. ഹെൽപ്സ് ഇംപ്രൂവ് എക്സിക്യൂഷൻ സ്പീഡ്. നെക്സ്റ്റ് ഇസ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ആൻഡ് അഡ്രസ്സസ്. ഓക്കെ, സോ രജിസ്റ്ററിൽ ഇൻസ്ട്രക്ഷൻസും അഡ്രസ്സസുകളും ഒക്കെ സ്റ്റോർ ചെയ്യും. ടെമ്പററി പ്രോഗ്രാം ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യും. ഓക്കെ, രജിസ്റ്റേഴ്സ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ അഡ്രസ്സസ് ആൻഡ് ടെമ്പററി പ്രോഗ്രാം ഡാറ്റ, എസെൻഷ്യൽ ഫോർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആൻഡ് പ്രോഗ്രാം കൺട്രോൾ. ഓക്കെ, സോ ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ അതേപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ കൺട്രോളിങ്ങിനൊക്കെ ഈ രജിസ്റ്റർ ആവശ്യമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ദ ARM രജിസ്റ്റർ ഓർഗനൈസേഷൻ. ഓക്കെ, സോ ARM രജിസ്റ്റർ ഓർഗനൈസേഷൻ എന്താ പറയുന്നത്, ARM കോർട്ടെക്സിന് രജിസ്റ്റേഴ്സാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ രജിസ്റ്റർ എന്താണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, എന്തുകൊണ്ടാണ് രജിസ്റ്റേഴ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ R0 to R12 ഫസ്റ്റ് പറയുന്നത് അത് ജനറൽ പർപ്പസ് രജിസ്റ്ററാണ്. പിന്നെ SP എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിൻ്ററാണ്, LP എന്ന് പറഞ്ഞാൽ ലിങ്ക് രജിസ്റ്ററാണ്, PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറാണ്, XPSR എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നെന്താ നോക്കാം. സോ നമ്മൾ പറഞ്ഞ R0 to R12 എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറൽ പർപ്പസ് രജിസ്റ്ററാണ്. ഓക്കെ, സോ ജനറൽ പർപ്പസ് രജിസ്റ്റർ യൂസ്ഡ് ഫോർ ടെമ്പററി ഡാറ്റ സ്റ്റോറേജ് ആൻഡ് കാൽക്കുലേഷൻ. ഓക്കെ, സോ ഈ R0 to R12 എന്ന് പറഞ്ഞത് 13 രജിസ്റ്റേഴ്സ് ഉണ്ട്. 0, 1, 2 തൊട്ട് 12 വരെ നോക്കുമ്പോൾ 13 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ 13 രജിസ്റ്ററിനെ നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്നാണ് പറയുക. R0, R1, R2 തൊട്ട് R12 വരെയുള്ളതിനെ ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്നാണ് പറയുക. ഈ രജിസ്റ്ററിൽ ടെമ്പററി ഡാറ്റാസും അതേപോലെ തന്നെ വാല്യൂസൊക്കെ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം ഈ രജിസ്റ്റർ ഡാറ്റാൻ്റെ സ്റ്റോറേജിനും അതേപോലെ കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് രജിസ്റ്ററിലുള്ള വാല്യൂസ് നമ്മൾ എടുക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റാക്ക് പോയിൻ്റർ. സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് മെമ്മറീൻ്റെ ടോപ്പിലേക്കാണ് ഇത് പോയിൻ്റ് ചെയ്യുക. ഓക്കെ, SP എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിൻ്റർ. ഓക്കെ, സോ ദിസ് പോയിൻറ്റ്സ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് മെമ്മറി. അതായത് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ഏരിയ ആണ്. ഓക്കെ, ആ സ്റ്റാക്കിനുള്ളിൽ നമ്മൾ ടെമ്പററി ആയിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ എന്താവുക, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് എന്തും ആവാം, നമ്മൾ സ്റ്റാക്കിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, സോ ഈ സ്റ്റാക്കിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കണതിന് ഏറ്റവും ടോപ്പിലുള്ള ഏതാണോ അതിലേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന പോയിൻറ്റിനാണ് സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ലിങ്ക് രജിസ്റ്റർ. ലിങ്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റോർസ് റിട്ടേൺ അഡ്രസ് ഡ്യൂറിങ് ഫംഗ്ഷൻ കോൾസ്. ഓക്കെ, സോ ഫംഗ്ഷൻ കോൾസ് വെന്നെവർ, അതായത് ഒരു ഫംഗ്ഷൻ എപ്പം കോൾ ചെയ്താലും അതിൻ്റെ റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക ഈ രജിസ്റ്റർ ലിങ്ക് രജിസ്റ്ററിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയാം, ഇപ്പോൾ പ്രൊസസ്സർ ഒരു ഡിസ്പ്ലേ ഫംഗ്ഷൻ എടുക്കുകയാണ്. ഓക്കെ, സോ ഈ ഡിസ്പ്ലേ ഫംഗ്ഷനെ
എന്താ പറയുക ഡിസ്പ്ലേ ഫംഗ്ഷൻ ഇപ്പോൾ എടുത്ത് അതിന് നെക്സ്റ്റ് അഡ്രസ്സ് ഏതാണോ അത് ഈ ലിങ്ക് രജിസ്റ്ററിലേക്ക് പോയിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലിങ്ക് രജിസ്റ്ററിലുള്ള ഡാറ്റ ആണ് എടുക്കുക. അപ്പോൾ ലിങ്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അടുത്ത ഏതാണോ ഡാറ്റ അതിലേക്കാണ് ലിങ്ക് ചെയ്ത് നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോഴ്സ് ദ അഡ്രസ്. ഈ പ്രോഗ്രാം കൗണ്ടറിൽ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുക ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു എക്സിക്യൂട്ട്. അടുത്ത ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ അഡ്രസ്സാണ് ഈ പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ആ അഡ്രസ്സിലുള്ള സാധനവും പിന്നെ എക്സിക്യൂഷൻ നടക്കുക. ഓക്കെ, പിന്നെ XPSR എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ. ഇതെന്താണ് കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ദ പ്രൊസസ്സർ. ഈ പ്രൊസസ്സറിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, അതെന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച സ്റ്റാറ്റസ് ഫ്ലാഗ്സ് ഏതൊക്കെയായിരുന്നു? Z for 0, S for sign, O for overflow, പിന്നെ ഏതായിരുന്നു V for overflow ആണ്. V for overflow, പിന്നെ ഇതായിരുന്നു സൈൻ നെഗറ്റീവ്, പിന്നെ C for carry. ഓക്കെ, V or O ആണ് ഓവർഫ്ലോക്ക്, O. പിന്നെ ക്യാരി ഉണ്ട്, സൈൻ നെഗറ്റീവ് ഓർ പോസിറ്റീവ്, Z0, പിന്നെ ഓവർഫ്ലോ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റാറ്റസ് രജിസ്റ്ററിൽ ഉണ്ടാവുന്ന ഈ ഫ്ലാഗുകൾ. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ കാണിക്കുന്നത് എന്താണ്? ആമിൻ്റെ രജിസ്റ്റർ സെറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആമിൻ്റെ രജിസ്റ്റർ സെറ്റ് എന്താ നോക്കാം. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വെരി സ്മോൾ മെമ്മറി ലൊക്കേഷൻസ് ആണ്. CPU ഉള്ളിലുള്ള വെരി സ്മോൾ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ് ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഭയങ്കര ഫാസ്റ്റാണ്, സാധാ മെയിൻ മെമ്മറിനേക്കാളും ഫാസ്റ്റാണ് ഈ രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പം 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, R0 to R15. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ആ R15 ഒന്ന് എന്താണ്? സ്റ്റാറ്റസ് രജിസ്റ്ററാണ്. ഓക്കെ, സോ അതിൽ ഇവിടെ കാണാം R0 to R12. ഇതൊക്കെ വൈറ്റ് ബോക്സിലാണല്ലോ. അപ്പോൾ R0 to R12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ 13 രജിസ്റ്റർ. ഇത് ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 13 എണ്ണം ഉണ്ട്. ഓക്കെ, സോ ഈ 13 രജിസ്റ്റർ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഈ രജിസ്റ്റേഴ്സ് മെയിൻലി നമുക്ക് ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനും അതിനൊക്കെയാണ് ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? പിന്നുള്ളത് R13 എന്താ? സ്റ്റാക്ക് പോയിൻ്റാണ്. SP സ്റ്റാക്ക് പോയിൻ്റ് നമ്മൾ പറഞ്ഞു. എന്താണ് സ്റ്റാക്ക് പോയിൻ്റ്? ഒരു സ്പെഷ്യൽ മെമ്മറി ഏരിയ ആണ്. അതായത് ടെമ്പററിലി എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഫംഗ്ഷൻസ് അങ്ങനെ ഇപ്പോൾ ഒരു ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ വന്നാൽ അതിൻ്റെ നെക്സ്റ്റ് എന്താണോ ചെയ്യേണ്ടത് അതാണ് സ്റ്റാക്ക് പോയിൻ്റിൽ കൊടുക്കുക. ഓക്കെ, പിന്നെ ലിങ്ക് രജിസ്റ്റർ നമ്മൾ പറഞ്ഞു ഈ പ്രൊസസ്സറിൻ്റെ റിട്ടേൺ അഡ്രസ്സാണ് ഈ ലിങ്ക് രജിസ്റ്ററിൽ ഉണ്ടാവുക. പിന്നെ PC പ്രോഗ്രാം കൗണ്ടറിൽ നമ്മൾ എന്താ കൊടുക്കുക? നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ റൺ ചെയ്യാനുള്ള അതിൻ്റെ അഡ്രസ്സാണ് PCയിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ R13 SP ആണ്, R14 LR ആണ്, R15 എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറാണ്. ഓക്കെ, സോ ഈ ഓരോ R0 to R15 വരെയുള്ള രജിസ്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ഉണ്ട് CPSR എന്താ? കറണ്ട് പ്രൊസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ. ഓക്കെ, ഈ 16 രജിസ്റ്ററുകൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ R0 to R15. ഈ 16 രജിസ്റ്ററുകൾ അല്ലാതെ ആമിനൊരു സ്പെഷ്യൽ രജിസ്റ്റർ ഉണ്ട്, അതാണ് CPSR. ഓക്കെ, അപ്പോൾ 16 രജിസ്റ്റേഴ്സ് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതല്ലാതെ ഇവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്, ആ രജിസ്റ്ററാണ് CPSR എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രൊസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ. ഓക്കെ, സോ ഇതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കറണ്ട് കണ്ടീഷൻ, ആ പ്രൊസസ്സറിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താ, കറണ്ട് കണ്ടീഷൻ എന്താണെന്നാണ് ഈ ഒരു രജിസ്റ്റർ വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് സെവറൽ ഫ്ലാഗ്സ് ഉണ്ട്. ആ ഫ്ലാഗ്സ് ഏതൊക്കെയാണ്? ഈ ഫിഗറൊക്കെ ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, സോ ഫ്ലാഗ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ് N എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവാണ്. N സ്റ്റാൻഡ്സ് ഫോർ നെഗറ്റീവ്. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്തു, അതിൻ്റെ ഇത് ആൻസർ ഇപ്പം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് നെഗറ്റീവ് വാല്യൂ ആയിട്ട് കൊടുക്കും. ഓക്കെ, സോ ഇഫ് ദ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻ നമുക്ക് നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ N = 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ 5 - 10 ചെയ്യും, അപ്പോൾ നമുക്ക് ആൻസർ -5 കിട്ടും. ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. സോ നമ്മൾ N എന്താക്കും? N = 1 ആക്കി സെറ്റ് ചെയ്യും. ഇതാണ് N. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ Z എന്താണ്? Z എന്ന് പറഞ്ഞാൽ 0 ഫ്ലാഗാണ്. ഓക്കെ, Z സ്റ്റാൻഡ്സ് ഫോർ 0. ഈ 0 ഫ്ലാഗ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ Z-നെ 1 ആക്കി സെറ്റ് ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 - 5 = 0 ആണ് അല്ലേ? അപ്പോൾ 0 ആയതുകൊണ്ട് നമ്മൾ Z = 1 ആക്കി സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇതാണ് 0 ഫ്ലാഗ് കണ്ടീഷൻ. നെക്സ്റ്റ്
സി ക്യാരി എന്താ, നമ്മളിപ്പോൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സീനെ 1 ആക്കി സെറ്റ് ചെയ്യും. ക്യാരി ഉണ്ടെങ്കിൽ സി ഈക്വൽ ടു 1, ക്യാരി ഇല്ലെങ്കിൽ സി ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വി ഇസ് ഓവർഫ്ലോ. ഓക്കെ, അപ്പോൾ ഓവർഫ്ലോ എന്താ, ഇപ്പം നമ്മളെ എന്താ പറയുക, നമ്മളെ റിസൾട്ട് ഭയങ്കര ലാർജ് ആണ് അല്ലെങ്കിൽ ഭയങ്കര സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അതാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ V1 ആക്കി സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ V0 ആക്കിയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് CPSRൻ്റെ ഫസ്റ്റത്തെ മെയിൻ. ഓക്കെ, പിന്നുള്ളത് മോഡ് ബിറ്റുകളുണ്ട്. ഇവിടെ ഉണ്ട് മോഡ്. ഓക്കെ, മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഏത് മോഡാണ് കറൻ്റ്ലി അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് മോഡിലാണ്. ഇപ്പോൾ ഇതിന് കണ്ടീഷൻ കോഡ്സ് എന്നാട്ട് പറയുക. NZCV ഈ സാധനത്തിന് കണ്ടീഷൻ കോഡ്സ് എന്നാണ് പറയുക. ഓക്കെ, സോ ഏത് മോഡാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ മോഡുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഏതൊക്കെ മോഡ് ഉണ്ടാവും. അപ്പോൾ എക്സാമ്പിൾ ഇപ്പം ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു യൂസറിൻ്റെ മോഡ് ഉണ്ടാവും, ഒരു സൂപ്പർവൈസർ മോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻറപ്റ്റ് മോഡ് ഉണ്ടാവും. അങ്ങനെ പല മോഡുകളുണ്ടാവും. ഓക്കെ, സോ ഇവിടെയുള്ള മോഡിൽ ഫസ്റ്റ് ടി കണ്ടോ, ടി കണ്ടോ. അപ്പോൾ ടി എടുക്കുകയാണെങ്കിൽ ടി എന്ന് പറഞ്ഞാൽ തമ്പ് ബിറ്റാണ്. സോ ടി സ്റ്റാൻഡ്സ് ഫോർ തമ്പ് ബിറ്റ്. ഓക്കെ, തമ്പ് ബിറ്റ്. അപ്പോൾ തമ്പ് ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പം ഈ ടി പറയുക എന്താണെന്ന് വെച്ചാൽ ഒരു തമ്പ് ഇൻസ്ട്രക്ഷൻ ആണോ ഈ പ്രൊസസ്സർ എക്സിക്യൂട്ട് ചെയ്യണത് എന്നാണ് തമ്പ് ബിറ്റ് പറയുക. ഓക്കെ, ഒരു തമ്പ് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ടി 0 തന്നെ ആവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ IF എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് ബിറ്റാണ്. ടി എന്ന് പറഞ്ഞാൽ തമ്പ് ബിറ്റ്, IF എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് ബിറ്റ്. ഓക്കെ, IF ഇസ് ഇൻട്രപ്റ്റ് ബിറ്റ്. ഓക്കെ, അപ്പം ഈ I ആൻഡ് F എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ്സിനാണ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, സോ അത് ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിൽ അത് എനേബിൾ ആക്കും, അല്ലെങ്കിൽ അത് ഡിസേബിൾ ആക്കും. ഓക്കെ, അതാണ് ഇൻട്രപ്റ്റ് ബിറ്റ്. ഓക്കെ, സോ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ഈ R0 to R1 എന്ന് പറഞ്ഞാൽ 16 രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ R12 വരെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ്, R13 സ്റ്റാക്ക് പോയിൻ്ററാണ്, R14 ലിങ്ക് രജിസ്റ്ററാണ്, R15 പ്രോഗ്രാം കൗണ്ടറാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് രജിസ്റ്റർ ഉണ്ട്, അതാണ് കറണ്ട് പ്രൊസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ, അതായത് CCR കണ്ടീഷൻ കോഡ് രജിസ്റ്റർ. ആ 2 പേരുണ്ട്. ഓക്കെ, അതിലേതൊക്കെ ഉണ്ട്, NZCV എന്ന് പറഞ്ഞ കണ്ടീഷൻ കോഡും ഉണ്ട്, IF T എന്ന് പറഞ്ഞ മോഡുകളും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ തിങ്. ഓക്കെ, മനസ്സിലായില്ലേ ഇതെന്താണ്. സോ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് താഴെ പറയുന്നത്. ടെമ്പററി ഡാറ്റ സ്റ്റോറേജിലാണ് രജിസ്റ്റർ 0 to 12 യൂസ് ചെയ്യുന്നത്, അരിത്തമെറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസിനൊക്കെ. എക്സാമ്പിൾ ഇപ്പം A+B എന്നൊക്കെ ചെയ്യണത്. ഓക്കെ, പിന്നുള്ളത് സ്റ്റാക്ക് പോയിൻ്റർ SP ആണ്, ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലാണ് കാണിക്കുക. പിന്നെ ഫംഗ്ഷൻ കോൾസ്, ലോക്കൽ വേരിയബിൾസ്, ഇൻഡെപ്റ്റ് ഹാൻഡ്ലിങ്ങിലൊക്കെയാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിങ്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ റിട്ടേൺ അഡ്രസ്സ്, ഫംഗ്ഷൻ കോൾസ്, ഇപ്പോൾ ഡിസ്പ്ലേ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കോൾസിലൊക്കെ റിട്ടേൺ അഡ്രസ്സിലാണ് ലിങ്ക് രജിസ്റ്റർ ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്, ഫാസ്റ്റർ ഫംഗ്ഷൻ ഹാൻഡ്ലിങ്, റിട്ടേൺ ഹാൻഡ്ലിങ്, മെമ്മറി യൂസേജ് കുറയ്ക്കും, റെഡ്യൂസ് ചെയ്യും. പിന്നെ പ്രൊസസ്സറിനെ റിട്ടേൺ ബാക്കിന് ഹെൽപ്പ് ചെയ്യും ടു ദ കോൾ ഫംഗ്ഷൻ ആഫ്റ്റർ എക്സിക്യൂഷൻ. ഓക്കെ, സോ മെയിനിൽ നിന്ന് ഫംഗ്ഷനിലേക്ക് പോകും, എന്നിട്ട് തിരിച്ച് മെയിനിലേക്ക് തന്നെ കൊണ്ടുവരും. അതാണ് ലിങ്ക് രജിസ്റ്റർ, ഒരു ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് എന്താ, CPU ഫെച്ചസ് ഇൻസ്ട്രക്ഷൻ ഫ്രം അഡ്രസ് സ്റ്റോറേജ് ഇൻ PC. പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ PC ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യും. പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിന് ശേഷം നെക്സ്റ്റ് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററാണ്. ഓക്കെ, സോ അതിൻ്റെ പർപ്പസ് എന്താ പറയുന്നത്, ഇതിനെ XPR എന്നാട്ടോ പറയാം, പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററിന്. ഓക്കെ, സോ ദിസ് സ്റ്റോഴ്സ് പ്രൊസസ്സർ സ്റ്റാറ്റസ് ആൻഡ് കണ്ടീഷൻ ഇൻഫർമേഷൻ. ഓക്കെ, സോ ഈ പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് സ്റ്റാറ്റസ്, ഒരു പ്രൊസസ്സറിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണോ അതാണ് സ്റ്റോർ ചെയ്യുക. അതേപോലെ തന്നെ ഈ വേരിയസ് അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെയൊക്കെ റിസൾട്ടുകളും ഈ XPSRനുള്ളിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ആ ഇൻഫർമേഷൻസും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ CPU ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഹെൽപ്പ് CPU മേക്ക് ഡെസിഷൻസ് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് CPU എന്താണ് ഈ XPSR ഫ്ലാഗ് ചെക്ക് ചെയ്യും, എന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ടാണ് ഡിസിഷൻ ചെയ്യുക. അതായത് ഇപ്പം വേറൊരു ഇൻസ്ട്രക്ഷൻ എടുക്കണോ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ തന്നെയാണോ കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷന് CPU എടുക്കുക ഈ XPSR ഫ്ലാഗ് നോക്കിയിട്ടാണ്, ചെക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ആ ഫ്ലാഗിൽ എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെ കണ്ടോ ഫ്ലാഗിലുള്ളത് Z ഫ്ലാഗ് ഉണ്ട്, ക്യാരി ഫ്ലാഗ് ഉണ്ട്, ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ട്, നെഗറ്റീവ് ഫ്ലാഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ Z ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ 0 ഫ്ലാഗ്, അതായത് റിസൾട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് 0 ആണെങ്കിൽ ആ Z ഫ്ലാഗ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷനിൽ എന്തെങ്കിലും ക്യാരി ബിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ക്യാരി ഫ്ലാഗ് 1 ആക്കി സെറ്റ് ചെയ്യും.
പിന്നെ ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനിൽ ഓവർഫ്ലോ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ നെഗറ്റീവ് റിസൾട്ട് നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഫ്ലാഗ് എന്നിനെ നെഗറ്റീവ് ആക്കിയിട്ട് 1 ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ. സോ ദിസ് ഇസ് XPSR. നെക്സ്റ്റ് ഇസ് മെമ്മറി ആർക്കിടെക്ചർ. ഓക്കെ. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ആം കോർട്ടെക്സ് എമ്മിൻ്റെ മെമ്മറി ആർക്കിടെക്ചറാണ്. കണ്ടോ, കോർട്ടെക്സ് എം ആണ്. സോ കോർട്ടെക്സ് എമ്മിൻ്റെ ഒരു മെമ്മറി ആർക്കിടെക്ചറാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. സോ ഈ മെമ്മറി ആർക്കിടെക്ചർ എന്താണ്? ഇപ്പോൾ ഇതൊരു കോർട്ടെക്സ് എമ്മിനതാണല്ലോ പറയുന്നത്. ഇവിടെ ഉണ്ട് കോർട്ടെക്സ് എം മെമ്മറി മാപ്പാണ്. ഓക്കെ. സോ ഈ കോർട്ടെക്സ് എം ആർക്കിടെക്ചറിൻ്റെ ഉള്ളിൽ മെമ്മറിയൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തത് എന്നുള്ളതാണ് ഈ മെമ്മറി ആർക്കിടെക്ചറിൽ പറയുന്നത്. ഓക്കെ. ഇത് ഓരോ ബ്ലോക്കും ടേമും ഒന്ന് റിമെമ്പർ ചെയ്ത് വെച്ചാൽ മതി. സോ ഇതിൽ നമുക്ക് കാണാം ഫസ്റ്റ് ഒരു സിസ്റ്റം ഓർ ബൂട്ട് മെമ്മറി ഉണ്ട് അല്ലേ. സിസ്റ്റം ഓർ ബൂട്ട് മെമ്മറി ഉണ്ട്. സിസ്റ്റം ഓർ ബൂട്ട് മെമ്മറി എന്താണ്? ഇതാണ് ഫസ്റ്റത്തെ മെമ്മറി ലൊക്കേഷൻ. സിസ്റ്റം ഓർ ബൂട്ട് മെമ്മറി ഈസ് ദ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ. മെമ്മറി റീജിയൻ അതാണ് ഫസ്റ്റത്തെ. ഓക്കെ. സോ ഇതിൽ എന്തൊക്കെയുണ്ട്? ഈ ബൂട്ട് സിസ്റ്റം ഓർ ബൂട്ട് മെമ്മറിയിൽ എന്തൊക്കെയുണ്ട്? ഇവിടെ ഉണ്ടോ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തത്? എന്തൊക്കെയുണ്ട്? ബൂട്ട് ലോഡർ ഉണ്ട്, റോം കോഡ് ഉണ്ട്, അതേപോലെ സിസ്റ്റം ഇനീഷ്യലൈസേഷൻ, അതായത് സിസ്റ്റം മെമ്മറി ഇനീഷ്യലൈസ് ചെയ്യുക ഈ ബ്ലോക്കിലാണ്, ഫസ്റ്റത്തെ ബ്ലോക്കായിരുന്നു. ഓക്കെ. സോ നമ്മളിപ്പോൾ ഒരു മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊസസ്സർ ആദ്യം ഈ ഒരു റീജിയനിൽ, അതായത് ഈ സിസ്റ്റം മെമ്മറി ബൂട്ടിൽ ഈ ഒരു റീജിയനുള്ള സാധനമാണ് ആദ്യം അതെന്താക്കുക, ഈ റീജിയനെ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളൊരു മൈക്രോ കൺട്രോളർ ഓൺ ചെയ്ത് കഴിഞ്ഞ പാട് പ്രൊസസ്സർ ആദ്യം ഈ ഒരു ലൊക്കേഷനിലുള്ള മെമ്മറി ഡാറ്റ ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ. സോ നമ്മളിപ്പോൾ ഒരു പവർ ബട്ടൺ ഓൺ ആക്കിയാൽ നമ്മൾ ഈ ഇപ്പോൾ ലാപ്പിലൊക്കെ ബയോസ് ആണല്ലോ ഫസ്റ്റ് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പം, അതേപോലെ തന്നെ ഇവിടെ ബൂട്ട് മെമ്മറിയാണ് ഒരു പ്രൊസസ്സറിനെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ കാണാം ഫ്ലാഷ് ഓർ കോഡ് മെമ്മറി. കണ്ടോ, ഫ്ലാഷ് ഓർ കോഡ് മെമ്മറി. ഓക്കെ. സോ ഫ്ലാഷ് ഓർ കോഡ് മെമ്മറി എന്താണ്? ഇതൊരു ഫ്ലാഷ് ഓർ കോഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫ്ലാഷ് മെമ്മറി ഫോർ പ്രോഗ്രാം കോഡാണ്. അതായത് യൂസർ കൊടുക്കുന്ന പ്രോഗ്രാംസ്, പിന്നെ ഫേം വെയർ നമ്മൾ പറഞ്ഞില്ലേ സിസ്റ്റത്തിലുള്ള സ്മോൾ കോഡ്, ആ ഫേം വെയർ, പിന്നെ ഇപ്പം എന്താ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി, അതിലുള്ള ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുകയാണ് ഫ്ലാഷ് ഓർ കോഡ് മെമ്മറിയിലാണ്. ഓക്കെ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റീജിയനാണ്, മെമ്മറീൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റീജിയനാണ്. കാരണം യൂസർ ചെയ്ത പ്രോഗ്രാമും ഫേം വെയർ ഒക്കെ ഇതിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ. സോ ഇതെന്താണ്? ഫ്ലാഷ് ആണ് അല്ലേ, ഫ്ലാഷ് മെമ്മറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ കോഡ് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ അവിടെ പെർമനൻ്റ്ലി സ്റ്റോർഡ് ആണ് അല്ലേ, ആ ഡാറ്റ റിമൂവ് ആവില്ല. ഓക്കെ. സോ ഇവിടെ പെർമനൻറ്റ് സ്റ്റോറേജുമാണ്, അതേപോലെ തന്നെ ഡാറ്റ ലൂസ് ആവില്ല. ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ SRAM മെമ്മറി കാണല്ലേ. SRAM എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാറ്റിക് റാൻഡം ആക്സ് മെമ്മറിയാണ്. റാം നമുക്കറിയാം, അതിൻ്റെ സ്റ്റാറ്റിക് റാൻഡം ആക്സ് മെമ്മറി. ഓക്കെ. സോ അതെന്താണ്? വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം ഒരു സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞ് പവർ ഓഫ് ആയി കഴിഞ്ഞാൽ എല്ലാ ഡാറ്റാസും പോകും. ഇപ്പോൾ നമ്മൾ ഫോണിലൊക്കെ റീസെൻറ്റ് ആപ്സ് ഒക്കെ എന്താണ്, നമ്മളിപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ചെയ്താൽ റീസെൻറ്റ് ആപ്സ് നമുക്ക് കാണാൻ പറ്റില്ലല്ലേ, അതെന്താണ്? ഒരു വോളറ്റൈലായിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ അത് റിമൂവ് ആവും. അതാണ് SRAM. ഇൻറ്റേർണൽ SRAM ഫോർ ഡാറ്റ, സ്റ്റാക്ക്, ഹീപ്പ്, വേരിയബിൾസ്, അതിനൊക്കെയാണ് ഈ SRAM യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എക്സ്റ്റേണൽ ഡിവൈസ് മെമ്മറി. ഓക്കെ. എക്സ്റ്റേണൽ ഡിവൈസ് മെമ്മറി എന്താണ്? അതായത് ചിലപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള മെമ്മറി മതിയാവില്ല, കുറേ സ്റ്റോറേജ് വേണ്ടി വരും. അപ്പോൾ എന്താണ്? അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി എടുക്കുന്നത്. ഓക്കെ. അതായത് ഒരു എക്സ്റ്റേണൽ റാം ഒക്കെ ഉണ്ടാവുമല്ലോ, അത് അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്റ്റേണൽ റോം, ഇപ്പോൾ നമ്മൾ ഒരു SD കാർഡൊക്കെ ഉണ്ടല്ലോ, SD കാർഡൊക്കെ എന്താ ഒരു എക്സ്റ്റേണൽ മെമ്മറിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ SD കാർഡ് ഇൻ്റർഫേസ് ഇതൊക്കെയാണ് ഒരു എക്സ്റ്റേണൽ മെമ്മറിയിൽ വരിക. ഓക്കെ. സോ എക്സ്റ്റേണൽ മെമ്മറി മാപ്ഡ് ഡിവൈസസ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് മാപ്പ് ചെയ്യും ഈ ഡിവൈസസ് ഒക്കെ. ഓക്കെ. പിന്നുള്ളത് പെരിഫറൽ മെമ്മറിയാണ്. ഓക്കെ. അതിൻ്റെ ഇടയിൽ എക്സ്റ്റേണൽ ഡിവൈസ് ഉണ്ട്. എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സാധനം. ഓക്കെ. ഇനി പെരിഫറൽ മെമ്മറി എന്താണ്? പെരിഫറൽ മെമ്മറി എന്ന് പറഞ്ഞാൽ രജിസ്റ്റേഴ്സ് ഫോർ ഹാർഡ്വെയർ മൊഡ്യൂൾ. കണ്ടോ ഇവിടെ ഹാർഡ്വെയർ മൊഡ്യൂളിന്. ഓക്കെ. അപ്പോൾ ഹാർഡ്വെയർ പെരിഫറൽസ്, അതായത് ഹാർഡ്വെയർ കൺട്രോൾ ചെയ്യാനാണ് ഈ റീജിയൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട് പെരിഫറൽ മെമ്മറി കൊടുത്തത് GPI, അതായത് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട്, ടൈമേഴ്സ്, പിന്നെ I2C ഒക്കെ എന്താ എക്സ്റ്റേണലി കണക്ട് ചെയ്യണതാണ് അല്ലേ, ടൈമറുകൾ അങ്ങനത്തതൊക്കെ കണക്ട് ചെയ്യാനാണ് ഈ പെരിഫറൽ മെമ്മറി ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പെരിഫറൽ ബസ്. ഓക്കെ. പ്രൈവറ്റ് പെരിഫറൽ ബസ്, കോർ പെരിഫറൽസ്, എക്സെപ്ഷൻസ് ഹാൻഡ്ലിംഗ് ആൻഡ് സിസ്റ്റം രജിസ്റ്റേഴ്സ്, അതാണ് അവിടെ കൊടുത്തത്. ഓക്കെ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് പെരിഫറൽ ബസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ളൊരു ഓൺ പെരിഫറൽസ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ആർക്കിടെക്ചറിൽ പറഞ്ഞ സിസ്റ്റിക് ടൈമറൊക്കെ ഓർമ്മയല്ലേ, അതേപോലെ ഈ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യുക, അങ്ങനത്തതൊക്കെയാണ് പ്രൈവറ്റ് പെരിഫറൽ ബസ്സിലുള്ളത്. ഓക്കെ. പിന്നെ ലാസ്റ്റ് സിസ്റ്റം കൺട്രോൾ സ്പേസ് ഉണ്ട്.
സിസ്റ്റം കൺട്രോൾ സ്പേസ് എന്താണ്? ഇതാണ് ഒരു ഹയസ്റ്റ് ലെവൽ അല്ലേ, ഏറ്റവും ടോപ്പിലുള്ള ഹയസ്റ്റ് ലെവലാണ്. അതിലെന്തൊക്കെയുണ്ട്? സിസ്റ്റം കൺട്രോൾസ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. NVIC എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? ഇൻട്രപ്റ്റ് ഹാൻഡ്ലിങ്ങിനുള്ളതാണ് അല്ലേ. നെക്സ്റ്റ് വെക്റ്റഡ് ഇൻട്രപ്റ്റ് കൺട്രോളറാണ്. പിന്നെ സിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ടൈമറാണ്. പിന്നെ ഡീബഗ്ഗിങ് കമ്പോണൻസ്, ഇങ്ങനത്തതൊക്കെയാണ് ഈ സിസ്റ്റം കൺട്രോൾ സ്പേസിലുള്ളത്. ഓക്കെ, സോ ഈ ഒരു റീജിയൻ എന്തിനാണെന്ന് വെച്ചാൽ പ്രൊസസ്സറിൻ്റെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഫേംവെയർ ഒക്കെ പ്രൊസസ്സർ കൺട്രോൾ ചെയ്യുമ്പം ഈ ഒരു റീജിയൻ നിന്നാണ് ആക്സസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? പിന്നെ ഓരോന്നിൻ്റെയും അഡ്രസ് റേഞ്ചാണ് ഇവിടെ കൊടുത്തത്. ഓരോ നമ്പേഴ്സ് കണ്ടോ, ഇതൊക്കെ ഓരോ സ്പേസിൻ്റെയും അഡ്രസ് റേഞ്ച് എന്താണോ അതാണ് ഈ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, സോ ദിസ് ഈസ് ദ മെമ്മറി ആർക്കിടെക്ചർ. സോ ഓരോ കളേഴ്സ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്തത് ആൻഡ് ഓൾസോ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡാറ്റാസ് എന്താണെന്നും പറഞ്ഞു. ഓക്കെ, സോ അതിനൊരു എക്സ്പ്ലനേഷൻ നമുക്കിവിടെ കാണാം. സോ ARM Cortex and processor organize memory into different regions. ഓക്കെ, അപ്പോൾ എഫിഷ്യൻറ്റ് പ്രോഗ്രാമിംഗ് എക്സിക്യൂഷനും ഹാർഡ്വെയർ കൺട്രോളിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെന്താണ് ഈ പ്രൊസസ്സറിനെ ഡിഫറെൻറ്റ് മെമ്മറി റീജിയൻസ് ആക്കിയിട്ട് ഓർഗനൈസ് ചെയ്തതാണ്. ഓക്കെ, മെയിൻ മെമ്മറി റീജിയൻ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് മെമ്മറി, SRAM, പെരിഫറൽ മെമ്മറി, സിസ്റ്റം മെമ്മറി, ഇതാണ് മെയിൻ മെമ്മറി റീജിയൻസ്. ഓക്കെ, സോ ഓരോന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്, ലൈക്ക് നോൺ വോളറ്റൈലാണ്. ഓക്കെ, അതായത് സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, പെർമനൻ്റ്ലി സ്റ്റോർ ആവും. സ്റ്റോർസ് പ്രോഗ്രാം കോഡ് ആൻഡ് ഓൾസോ റീറ്റെയിൻസ് ഡാറ്റ വിത്തൗട്ട് പവർ. അതായത് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, ഫേംവെയർസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പറഞ്ഞല്ലോ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്താ, ഫേംവെയർ എന്താണെന്നൊക്കെ. സോ അങ്ങനത്തെ കോഡുകളൊക്കെ ഇതിലാണ് സ്റ്റോർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും എക്സിക്യൂഷൻ്റെ സമയത്ത് CPU ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫ്ലാഷ് മെമ്മറിയിൽ നിന്നാണ് എടുക്കുക. ഓക്കെ, ഫെച്ച് ചെയ്തെടുക്കുക. പിന്നെ റീറ്റെയിൻസ് ഡാറ്റ, അതായത് സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇറേസ് ആവില്ല, ഡാറ്റ സ്റ്റിൽ അവിടെ റിമെയിൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ SRAM. SRAM എന്ന് പറഞ്ഞാൽ എന്താ? വോളറ്റൈലാണ് അല്ലേ, മറ്റേത് നോൺ വോളറ്റൈലാണ്, ഇവിടെ വോളറ്റൈലാണ്. അതായത് ഡാറ്റ റിമൂവ് ആവും ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പവർ. പിന്നെ ഫാസ്റ്റ് ആക്സസ് മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറിനേക്കാളും ഇവിടെ ഫാസ്റ്റുമാണ്. പിന്നെ ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുക. പിന്നെ വേരിയബിൾസിനൊക്കെ സ്റ്റോർ ചെയ്യും. ടെമ്പററി ആയിട്ട് പ്രോഗ്രാം ഡാറ്റ എക്സിക്യൂഷൻ സമയത്ത് പ്രോഗ്രാം ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യും. ആപ്ലിക്കേഷൻസ് എന്താണ്? റൺ ടൈം വേരിയബിൾസ് റൺ ടൈമിൽ സമയത്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. എക്സിക്യൂഷൻ്റെ സമയത്ത് സ്റ്റാക്ക് മെമ്മറി, അതായത് ഫംഗ്ഷൻ കോൾസ് ആൻഡ് ലോക്കൽ വേരിയബിൾസ് ആർ സ്റ്റോറിങ് SRAM സ്റ്റാക്ക് ഏരിയ. ഓക്കെ, സോ പിന്നെ ബഫേഴ്സ്, ടെമ്പററി സ്റ്റോറേജ് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ടെമ്പററി സ്റ്റോറേജിനൊക്കെ SRAM ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് EEPROM. ഓക്കെ, സോ ഇതെന്താണ്? ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, സോ ഇതൊരു വേറെ ടൈപ്പ് ഓഫ് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് ഡാറ്റ പവർ ഓഫ് ആയി കഴിഞ്ഞാലും ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ചെറിയ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഇതിൽ നമുക്ക് ലാർജ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, യൂസ് ഫോർ സ്റ്റോറിങ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം സെറ്റിംഗ്സ് പെർമനൻ്റ്ലി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം ഒരു പാസ്വേഡ്, ഇവിടെ ഉണ്ട് എക്സാമ്പിൾസ് കൊടുത്തത്. യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ്, ഇപ്പോൾ വൈഫൈൻ്റെ ക്രെഡൻഷ്യൽസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റിംഗ്സ്, യൂസറിൻ്റെ പ്രിഫറൻസ്, കോൺഫിഗറേഷൻസ്, അങ്ങനത്തതൊക്കെ സ്റ്റോർ ചെയ്യുക ഈ PROM മെമ്മറിയിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് ഡോർ ഉണ്ടെങ്കിൽ പാസ്വേഡ് ഉണ്ടാവില്ല, ആ പാസ്വേഡൊക്കെ ഇങ്ങനത്തെ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, പിന്നെ സ്റ്റാക്ക് മെമ്മറി. ഓക്കെ, ഈ സ്റ്റാക്ക് മെമ്മറിയിൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല? സ്റ്റാക്ക് മെമ്മറി എന്താണ്? ഓക്കെ, അപ്പോൾ ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ SRAMൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. SRAMൻ്റെ ഒരു പാർട്ടാണ് സ്റ്റാക്ക് മെമ്മറി എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ വെച്ചാൽ ടെമ്പററി ഇൻഫർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്യുക. ഇവിടെ ഉണ്ട് ലോക്കൽ വേരിയബിൾ, ടെമ്പററി വേരിയബിൾസ് ആണ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുക. പിന്നെ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ആൻഡ് എക്സിക്യൂഷൻ ഇൻഫർമേഷൻസ്. ഓക്കെ, ഫംഗ്ഷണൽ കോൾ എന്താ? ഒരു ഫംഗ്ഷൻ നമ്മൾ, അതായത് ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാക്ക് തന്നെ അതിനെ ട്രാക്ക് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അതാണ് ഈ ഫംഗ്ഷൻ കോൾസിൽ പറയുന്നത്. പിന്നെ റിട്ടേൺ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസസ്സർ അതിൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസസ്സറിന് അറിയണം അത് എവിടേക്കാണ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അതാണ് റിട്ടേൺ അഡ്രസ്സ്. സ്റ്റോർസ് അഡ്രസ് ഫോർ റിട്ടേണിങ്. ഓക്കെ, പിന്നെ സ്റ്റാക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ എന്താണ്? ലിഫോ ആണ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലിഫോ ആണ്. ഇതൊക്കെ ഡാറ്റ സ്ട്രക്ചർ സബ്ജക്റ്റിൽ പഠിച്ചാണല്ലോ. ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ആരാണോ ഇൻസൈഡ് ആയത് ഓരാണ് ഫസ്റ്റ് ഔട്ട് ആവുക. സ്റ്റാക്ക് ഗ്രോസ് ആൻഡ് ഷ്രിങ്ക്സ് ഓട്ടോമാറ്റിക്കലി, അതായത് സ്റ്റാക്ക് പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഗ്രോ ചെയ്യും. പിന്നെ അതിന് റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഷ്രിങ്ക് ആവും ചെയ്യും സ്റ്റാക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹീപ്പ് മെമ്മറി. ഹീപ്പ് എന്തിനാണ്? ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാക്ക് മെമ്മറിയും അതേപോലെ തന്നെ ഹീപ്പൊക്കെ എന്തിൻ്റെ ഉള്ളിലുള്ളതാണ്? SRAMൻ്റെ ഉള്ളിലുള്ളതാണ്. ഓക്കെ, സോ ഈ ഹീപ്പ് മെമ്മറി എന്താണ്? ഹീപ്പ് മെമ്മറി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ഡ്യൂറിങ് റൺ ടൈം. ഓക്കെ, സോ
ഈ സ്റ്റാക്ക് പോലെയല്ല ഈ ഹീപ്പിലുള്ളതെന്ന് വെച്ചാൽ അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ അലൊക്കേറ്റ് ചെയ്യുള്ളൂ. മെമ്മറി അലൊക്കേഷൻ, ഡൈനാമിക് മെമ്മറി അലൊക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴാണ് മെമ്മറി എത്രത്തോളം സൈസ് വേണം അങ്ങനെയൊക്കെ നോക്കുക. ഓക്കെ, സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോഗ്രാമേഴ്സാണ് ഇത് മെയിൻലി ഹാൻഡിൽ ചെയ്യുക. മെമ്മറി ഈസ് അലൊക്കേറ്റഡ് ഉള്ളി വെൻ നീഡഡ്, അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്താ, മാലോക്ക്, അതൊക്കെ നിങ്ങൾ പ്രോഗ്രാമൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും ആ കോഡൊക്കെ അല്ലേ, ടേമൊക്കെ. ഓക്കെ, ഇത് മെമ്മറി അലൊക്കേറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഫ്രീ എന്ന് പറഞ്ഞാൽ മെമ്മറി റിലീസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അലൊക്കേറ്റ് ചെയ്യാൻ മെമ്മറി അലൊക്കേഷനാണ് MALLOC ഈ ഫംഗ്ഷൻ. പിന്നെ ഫ്രീ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്, മെമ്മറി ഡൈനാമിക്കലി അലൊക്കേറ്റ് ചെയ്യാനും ഫ്രീ റിലീസ് ചെയ്യാനുമാണ് ഫ്രീ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറയുന്നത്, ഫ്ലെക്സിബിൾ മെമ്മറി അലൊക്കേഷൻ, മാനേജ്ഡ് ബൈ പ്രോഗ്രാമേഴ്സ്, ഓൾസോ യൂസ്ഡ് വെൻ മെമ്മറി സൈസ് ഇസ് നോട്ട് നോൺ ബിഫോർ ഹാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ലൊക്കേഷൻ മെമ്മറീൻ്റെ സൈസ് അറിയില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഹീപ്പ് മെമ്മറിയാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് മെമ്മറി മാപ്പ് ഓഫ് കോർട്ടെക്സ് M. ഓക്കെ, സോ ഇവിടെ മെമ്മറി മാപ്പ് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ മെമ്മറി മാപ്പ് പേർപ്പസ്, ഇവിടെ പേർപ്പസ് എന്താ പറയുന്നത്, ഓർഗനൈസസ് മെമ്മറി എഫിഷ്യൻ്റ്ലി, അതേപോലെ കോഡ്, ഡാറ്റ, പെരിഫറൽസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കും. പിന്നെ സിസ്റ്റം മാനേജ്മെൻറ്റും ആക്സസ് സ്പീഡൊക്കെ ഇമ്പ്രൂവ് ആവും. ഓക്കെ, മെമ്മറി മാപ്പ് ഓഫ് കോർട്ടെക്സ് M ആണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് മെമ്മറി മാപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മെമ്മറി ഏരിയാസ്, പ്രൊസസ്സറിൻ്റെ ഉള്ളിലാണ് കുറേ മെമ്മറി ഏരിയാസ് ഉണ്ട്. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ മെമ്മറി ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മെമ്മറി മാപ്പിൽ പറയുന്നത്. ഓക്കെ, അതായത് ഓരോന്നിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ടാവില്ലേ, ഇപ്പം പ്രോഗ്രാമിംഗ് ഉണ്ടാവും, വേരിയബിൾസ് ഉണ്ടാവും, സ്റ്റാക്ക് ഉണ്ടാവും, മുകളിൽ പറഞ്ഞ ഹീപ്പ്, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ അതിനാണ് മെമ്മറി മാപ്പ് ഉള്ളത്. മെമ്മറി മാപ്പ് മെയിനായിട്ട് ഡാറ്റാസ് ഓർഗനൈസ് ചെയ്ത് വെക്കാനും, കോഡുകൾ വേറെ, പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒരു സ്ഥലത്ത്, വേരിയബിൾസ് വേറെ സ്ഥലത്ത്, പിന്നെ ഹാർഡ്വെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ സ്ഥലത്ത്, അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, പിന്നെ സ്പീഡും പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, സോ ഈ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഫിഗറിൽ എന്ത് കാണാം, ഇവിടെ ലൊക്കേഷൻ ഒരു അഡ്രസ്സ് കാണാം, 0 ഫുൾ സീറോസിൽ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഈ അഡ്രസ്സാണ് മെമ്മറി സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരിക ചെയ്യുക. ഇവിടെ ഉണ്ടാവും FFF വരെ എത്തും. ഓക്കെ, ഓക്കെ, സോ പിന്നെ നമുക്ക് ഫസ്റ്റ് ഇതിൽ കോഡ് സെഗ്മെൻറ്റ് കാണാം. ഹിയർ വി ക്യാൻ സി കോഡ് സെഗ്മെൻറ്റ്. അപ്പോൾ കോഡ് സെഗ്മെൻറ്റ് എന്തിനാണ് അവിടെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലേ. അപ്പം എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എഴുതുന്ന കോഡ്, എംബഡഡ് C അങ്ങനത്തെ കോഡ് ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാനാണ് കോഡ് സെഗ്മെൻറ്റ്. ഓക്കെ, അപ്പം ഈ മെയിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ CPU ഫെച്ച് ചെയ്തെടുക്കുക ഈ കോഡ് സെഗ്മെൻറ്റിൽ നിന്നാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഡാറ്റ അല്ലേ, ഡാറ്റ സെഗ്മെൻറ്റ്. അതെന്താണ്, ഡാറ്റ എന്താണ്, ഇനീഷ്യലൈസ്ഡ് ഗ്ലോബൽ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വേരിയബിൾസൊക്കെ സ്റ്റോർ ചെയ്യലാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾസാണ് ഈ ഡാറ്റ സെഗ്മെൻറ്റിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇൻറ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഒരു നമ്പർ കൊടുക്കുമല്ലോ. സോ അങ്ങനത്തെ ഒക്കെ കൗണ്ടൊക്കെ അങ്ങനത്തെ വാല്യൂസാണ് ഡാറ്റ സെഗ്മെൻറ്റിൽ സ്റ്റോർ ചെയ്യുക. പിന്നെ .BSS എന്താ, .BSS എന്ന് പറഞ്ഞാൽ ഒരു BSS സെഗ്മെൻറ്റാണ്. ഓക്കെ, സോ അതെന്തിനാന്ന് വെച്ചാൽ അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ്. ഓക്കെ, അതായത് ഇപ്പം ഇനീഷ്യലൈസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഡാറ്റയിൽ സ്റ്റോർ ചെയ്യുക. അതേപോലെ തന്നെ ഗ്ലോബൽ കോൺസ്റ്റൻറ്റ് ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾസ് വിച്ച് ഇസ് ഇനീഷ്യലൈസ്ഡ്, അങ്ങനത്തെ ഇനീഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗ്ലോബൽ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾസ് നമ്മൾ BSS സെഗ്മെൻറ്റ് ആണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറയും ഇൻറ്റ് ടോട്ടൽ അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ടോട്ടൽ വാല്യൂ എത്രയാണെന്നോ അറിയില്ല, ഒരു ഇനീഷ്യൽ വാല്യൂസ് അവിടെ കൊടുത്തിട്ടില്ല. അങ്ങനത്തതൊക്കെ അൺഇനീഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാല്യൂസൊക്കെ ഈ BSSലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹീപ്പ് എന്താണ്, ഡൈനാമിക് മെമ്മറി അലൊക്കേഷനാണ് നമ്മൾ മുകളിൽ പറഞ്ഞത് തന്നെ. ഓക്കെ, റൺ ടൈമിൻ്റെ സമയത്താണ് ഇത് യൂസ് ചെയ്യുക. അപ്പം ഈ ഹീപ്പ് വാല്യൂസൊക്കെ അവിടെയാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഈ ഹീപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹീപ്പ് എങ്ങനെ ഗ്രോ ചെയ്യുക, അതായത് ഹീപ്പ് അപ്വേർഡാണ് ഗ്രോ ചെയ്യുക. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗ്രോ ചെയ്യുക, ഡൗൺവേർഡാണ് സ്റ്റാക്ക് ഗ്രോ ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ ആരോ നമുക്ക് കാണാം. ഓക്കെ, സോ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലോക്കൽ വേരിയബിൾസ്, ഫങ്ഷൻസ്, റിട്ടേൺ പാരാമീറ്റേഴ്സ്, അഡ്രസ്സസ് ഒക്കെയാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഈ മെമ്മറി മാപ്പിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇവിടെ ഉണ്ടോ മെയിൻ മെമ്മറി റീജിയൻസ് എന്താ, കോഡ് റീജിയൻ ഉണ്ട്, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യും. പിന്നെ SRAM ഉണ്ട്, വേരിയബിൾസ് ആൻഡ് സ്റ്റാക്ക് സ്റ്റോർ ചെയ്യും. പിന്നെ പെരിഫറൽ റീജിയനിൽ എന്താണ്, ഹാർഡ്വെയർ പെരിഫറൽസൊക്കെ ആണ് അവിടെ നോക്കുക. അതായത് ഇപ്പോൾ GPIO പിൻസ്, അതേപോലെ ഇപ്പം ടൈമേഴ്സ്, പിന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് അവിടെ പെരിഫറൽ റീജിയൻസിൽ ഉണ്ടാവുക. ഓക്കെ.